KMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഗോവിന്ദചാമി പിടികൂടിയത് ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ കിണറ്റിൽ നിന്നും. ജയിൽ ചാടിയ ബലാത്സംഗ കൊലപാതക കേസിലെ കുറ്റവാളി ഗോവിന്ദചാമി മണിക്കൂറുകൾക്കകം പോലീസിന്റെ പിടിയിലായി. തലാപ്പിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ കിണറ്റിൽ നിന്നാണ് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് സാഹസികമായി ഇയാളെ പിടികൂടിയത്. ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു. കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെയോടെ ചാടിയ ഗോവിന്ദചാമിക്കായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുന്നതിനിടെ തളാപ്പിലെ റോഡിൽ വെച്ച് ഒരു കൈയില്ലാത്ത ഒരാളെ സംശയകരമായി കാണുകയായിരുന്നു. ഗോവിന്ദചാമി എന്ന് ഉറക്കെ വിളിച്ചതോടെ ഇയാൾ സമീപത്തെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശത്തേക്ക് ഓടി. പ്രദേശത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. തളാപ്പിലുള്ള കണ്ണൂർ DCC ഓഫീസ് പരിസരത്ത് വെച്ചാണ് ഗോവിന്ദചാമിയെ കണ്ടതായുള്ള സൂചന ലഭിച്ചത്. 9 മണിയോടെയാണ് ഇത്തരത്തിലുള്ള ഒരാളെ കണ്ടത്. ജയിൽ ചാടിയ വാർത്ത ഇതിനകം നാട്ടിൽ പറഞ്ഞിരുന്നു. സംശയം തോന്നി ഗോവിന്ദചാമി എന്ന് ബസ് ഡ്രൈവർ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഇയാൾ ഓടിയെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. തുടർന്ന് തലാപ്പ് മേഖലയിലെത്തിയ ഗോവിന്ദചാമി സമീപത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കയറിയതായി സൂചന ലഭിച്ചിരുന്നു. വീട് വളഞ്ഞ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പ്രതി മതിൽ ചാടി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന് സമീപത്തേക്ക് എത്തുകയും കോമ്പൌണ്ടിലെ കിണറ്റിലേക്ക് ചാടുകയുമായിരുന്നു. ഡ്രോണിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈൽ പരീക്ഷിച്ച ഇന്ത്യ സൈന്യത്തിന് മുതൽക്കൂട്ടാകും. ഡ്രോണിൽ നിന്നും വിക്ഷേപിക്കാവുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ. ആന്ധ്രാപ്രദേശിലെ കർണൂലിലാണ് UAV ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ V3ന്റെ പരീക്ഷണം പ്രതിരോധ ഗവേഷണ കേന്ദ്രം നടത്തിയത്. DRDOയെ അഭിനന്ദിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ പരീക്ഷണം ഇന്ത്യയുടെ മിസൈൽ ശേഷിക്ക് വലിയൊരു മുന്നേറ്റം നൽകുമെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അശ്ലീല ഉള്ളടക്കം 25 പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ. അശ്ലീല ഉള്ളടക്കം പ്രദർശിപ്പിച്ചതിന് ഒന്നിലധികം OTT ആപ്പുകൾക്കും വെബ്സൈറ്റുകൾക്കും നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ഇവയുടെ പ്രദർശനം തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഇന്റർനെറ്റ് സേവനദാതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. 25 പ്ലാറ്റ്ഫോമുകൾ സർക്കാർ നിരോധിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയമാണ് വിഷയത്തിൽ നടപടി സ്വീകരിച്ചത്. 2000-ലെ IT നിയമത്തിലെ സെക്ഷൻ 67, 67A, 1986-ലെ സ്ത്രീകളുടെ അസഭ്യമായ പ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 4 എന്നിവയുടെ ലംഘനം പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ജയിൽ ഭരിക്കുന്നത് TP കേസ് പ്രതികളടക്കമുള്ളവർ. ടാർസന്റെ സിനിമയിൽ പോലും കാണാത്ത ചാട്ടം സതീശൻ. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ജയിലിനുള്ളിൽ നിന്നും പുറത്തുനിന്നും ഗോവിന്ദചാമിക്ക് സഹായം കിട്ടിയെന്നതിൽ ഒരു സംശയവുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ആൾ രാത്രി 1:15 കമ്പി കൊണ്ട് ജയിൽ മുറിയിലെ ജനൽ കമ്പി മുറിച്ച് പുറത്തു കടന്ന് തുണികെട്ടി ഇത്രയും വലിയ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടെന്നത് അവിശ്വസനീയമാണ്. സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ജയിലിലുണ്ടെന്നറിയാം. എന്നാൽ ഗോവിന്ദചാമിയും സർക്കാരിന് പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നുവെന്ന് ഇന്ന് രാവിലെയാണ് മനസ്സിലായതെന്നും സതീശൻ വിമർശിച്ചു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ആണവ സംഘർഷങ്ങൾ കൃഷി പൂർണ്ണമായും ഇല്ലാതാക്കും. അതിജീവനത്തിന് മാർഗം നിർദ്ദേശിച്ച് ഗവേഷകർ. രാജ്യങ്ങൾ ആണവ ഭീഷണി മുഴക്കുന്നത് തുടരുന്നതിനിടെ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് മനുഷ്യന്റെ അതിജീവനത്തെ എങ്ങനെ ബാധിക്കുമെന്ന വെളിപ്പെടുത്തലുമായി ഗവേഷകർ. ആണവ യുദ്ധത്തിന് ശേഷം സംഭവിച്ചേക്കാവുന്ന ഭയപ്പെടുത്തുന്ന കാലാവസ്ഥ സാഹചര്യമായ ആണവ ശിശിരകാലം ചൂണ്ടിക്കാട്ടിയാണ് ഗവേഷകർ മുന്നറിയിപ്പുകൾ നൽകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ തീക്കാറ്റുകളിൽ നിന്നുള്ള വലിയ അളവിലുള്ള പുകയും കരിയും അന്തരീക്ഷത്തെ ശ്വാസം മുട്ടിക്കുകയും സൂര്യപ്രകാശത്തെ ഗണ്യമായി തടയുകയും ആഗോള താപനില കുത്തനെ കുറയ്ക്കുകയും ചെയ്യും. ഈ പാരിസ്ഥിതിക ദുരന്തം ഭൂമിയിലെ മിക്കവാറും കൃഷിയെ ഇല്ലാതാക്കുവാൻ ഇടയാക്കും എന്നാണ് പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്ര സംഘത്തിന്റെ ഏറ്റവും പുതിയ പ്രവചനം. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഫ്രാൻസ്.
നിശിതമായി വിമർശിച്ച US-ഉം ഇസ്രയേലും. സെപ്റ്റംബറിൽ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് പ്രഖ്യാപിച്ച് ഫ്രാൻസ്. ഗസയിലെ യുദ്ധം അവസാനിപ്പിച്ച് പൌരസമൂഹത്തെ സംരക്ഷിക്കുക എന്നതിനാണ് അടിയന്തര പരിഗണനയെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വ്യക്തമാക്കി. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്നും മാക്രോൺ അറിയിച്ചു. മങ്ങിയ കാഴ്ചയും പാടുകളും ഈ ലക്ഷണങ്ങൾ കണ്ണിലെ ക്യാൻസറിന്റെ സൂചനകളാണ്. സൂക്ഷിക്കണം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന അർബുദങ്ങളിലൊന്നാണ് നേത്രാർബുദം. കണ്ണിനുള്ളിലോ അതിനു ചുറ്റുമോ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്നതാണ് അർബുദത്തിന് കാരണമാകുന്നത്. മിക്ക നേത്ര അർബുദങ്ങളും കണ്ണിനുള്ളിലാണ് ഉണ്ടാകുന്നത്. രോഗലക്ഷണങ്ങൾ വളരെ പതുക്കെ മാത്രമേ പ്രത്യക്ഷപ്പെടൂ എന്നതിനാൽ രോഗം കണ്ടെത്തുവാൻ പ്രയാസമാകുന്നു. നേത്രാർബുദത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിലെ ആദ്യ ലക്ഷണങ്ങളിലൊന്നാണ് കാഴ്ചയിലെ മാറ്റം. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയും കാഴ്ച മങ്ങുകയും ചെയ്യുന്നു. കാണുന്ന വസ്തുക്കൾ വ്യക്തതയില്ലാതെയാകുകയും കാലക്രമേണ ഈ അവസ്ഥ കൂടുതൽ വഷളാക്കും. ഇത് ഒരു കണ്ണിനെയോ രണ്ട് കണ്ണുകളെയോ ബാധിച്ചേക്കാം. നിറങ്ങൾ കാണുന്നതിന് തെളിച്ചം കുറയാം. കാഴ്ചയിൽ ഒരു നിഴൽ രൂപമുള്ളതുപോലെ തോന്നുന്നതും നേത്രാർബുദത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ചരിത്രം. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം ഇന്ത്യയിലേക്ക്. ദിവ്യ ദേശ്മുഖ് കൊനേരു ഹംപി ഫൈനൽ. ചരിത്രത്തിൽ ആദ്യമായി ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം ഇന്ത്യയിലേക്ക്. ദിവ്യ ദേശ്മുഖിന് പിന്നാലെ കൊനേരു ഹംപിയും ഫൈനലിൽ കടന്നതോടെയാണ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ആദ്യ 2 സ്ഥാനങ്ങൾ ഉറപ്പാക്കിയത്. ആവേശകരമായ രണ്ടാം സെമിയിൽ ഹംപി ചൈനയുടെ ഗ്രാൻഡ് മാസ്റ്റർ ലൈ ടെൻജിയെ ടൈ ബ്രേക്കറിൽ കീഴടക്കി. സെമിയിലെ 2 ഗെയിമുകളും സമനിലയിലായിരുന്നു. തുടർന്ന് ടൈ ബ്രേക്കറിലെ ആദ്യ 2 ഗെയിമുകളും സമനിലയിലായി. പിന്നീട് 3-ാം ഗെയിമിൽ ജയിച്ച് ചൈനീസ് താരം ലീഡ് നേടി. എന്നാൽ അടുത്ത 3 ഗെയിമുകളും നേടി ഹംപി കിരീട പോരാട്ടത്തിന് യോഗ്യത നേടി. ആദ്യമായാണ് ഹംപി ലോകകപ്പിൽ ഫൈനലിൽ കളിക്കുന്നത്. ചൈനയുടെ മുൻ ലോക ചാമ്പ്യൻ ടാൻ സോങ്കിയെ കീഴടക്കിയാണ് ദിവ്യ ഫൈനലിൽ കടന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.